നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ സീറ്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ സീറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം 1,17,000 അല്ലെങ്കിൽ 1,20,000 സീറ്റിനുള്ളിലാണ് നമുക്ക് ഇന്ത്യയിലാകെ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ സീറ്റ്സ്. ഇതിനു വേണ്ടിയിട്ട് മത്സരിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾ എന്ന് പറയുന്ന ഓൾ ഓവർ ഇന്ത്യ ഏകദേശം 25 ലക്ഷത്തോളം കുട്ടികളാണ് ഇതിനു വേണ്ടിയിട്ട് ഈ എക്സാം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻ അതേപോലെ പിന്നെ ഉയർന്ന, അതായത് ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് പോകും, മെറിറ്റ് നിന്ന് മാറി ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു NRI സീറ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ഭീമമായ ചിലവ് അത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നവരല്ല. അത് കേരളത്തിലാണ് ഏറ്റവും ചീപ്പായിട്ട് വരുന്നത്. അത് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഒരു മാനേജ്മെൻറ്റ് സീറ്റ് കംപ്ലീറ്റ് ചെയ്ത് വരെ ഏകദേശം 60 ലക്ഷം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ആകുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് MBBS പുറത്തു പോയി പഠിക്കുക എന്നുള്ള ഒരു ഇത് കുട്ടികൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ അത് സീറ്റ് കിട്ടാൻ വേണ്ടിയും അതേപോലെ ചിലവ് കുറഞ്ഞ് പഠിക്കാം. അതായത് എല്ലാവിധ മാനദണ്ഡങ്ങളും ഫുൾഫില്ല് ചെയ്തിട്ടുള്ള, അതായത് എന്താണ് നമ്മുടെ ഇന്ത്യയിലെ NMC നാഷണൽ മെഡിക്കൽ കൗൺസിലിന് വേണ്ടത്, അവരുടെ എല്ലാ നോട്ട്സും അംഗീകരിച്ച് ഇത് വിജയകരമായിട്ട് പഠിച്ചിട്ട് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വിദേശത്ത് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ, അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു പഠനപ്രകാരം ഒരു 300 മാർക്കിനും 500 മാർക്കിനും ഇടയിൽ വാങ്ങിച്ച കുട്ടികൾ ഒരുപാട് പേര് ഇപ്പോൾ പുറത്തേക്ക് നാട്ടിലെ സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ പുറത്തേക്ക് പോയി പഠിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്കാണ് അവർ നിൽക്കുന്നത്.